ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം കീഴടങ്ങില്ലെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്കായി തെരച്ചിൽ വ്യാപകമാക്കി സുരക്ഷാസേന. ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ A. ജയതിലകിനെ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാജ്യം. ബൈസരൻവാലയിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾക്കാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിൽ എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ വേദനിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം കീഴടങ്ങില്ലെന്നും മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം കേന്ദ്രമന്ത്രി ശ്രീനഗറിൽ വ്യക്തമാക്കി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ലെന്നും ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. ആക്രമണം നടന്ന ബൈസരൻ വനമേഖലയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. പരിക്കേറ്റ് അനന്ത്നാഗ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ശ്രീ അമിത്ഷാ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ സൌദി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവരുമായി സംവദിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്നും ഇത്തരം നീക്കങ്ങളിലൂടെ ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന് കരുതരുതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഭീകരാക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദനയിൽ പങ്കുചേരുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. मैं देशवासियों को आश्वस्त करता हूं, घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा और हम सिर्फ उन लोगों तक नहीं पहुंचेंगे जिन्होंने इस घटना को अंजाम दिया है, हम उन तक भी पहुंचेंगे जिन्होंने पर्दे के पीछे बैठकर हिंदुस्तान की सरजमी पर ऐसी नापाक हरकतों की साजिशें रची हैं. കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അവലോകന യോഗം ചേർന്നു. കര, നാവിക, വ്യോമസേനാ മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലാണ് യോഗം. പഹൽഗാം സന്ദർശനത്തിന് ശേഷം തിരികെ എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജമ്മുകശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ കർശനമാക്കി. ഭീകരർക്കായി സുരക്ഷാസേന വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടു. ആക്രമണം നടന്ന സ്ഥലത്ത് NIA സംഘം പരിശോധന തുടരുകയാണ്. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഭൌതിക ശരീരങ്ങൾ പ്രത്യേക വിമാനത്തിൽ ശ്രീനഗറിൽ നിന്നും സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. എറണാകുളം സ്വദേശി N. രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കാണ് അദ്ദേഹം ഇന്നലെ ബൈസരൻ വാലിയിലെത്തിയത്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 9 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടായിരിക്കും. ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭൌതിക ശരീരത്തിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി ന്യൂഡൽഹിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഭാര്യ ഹിമാൻഷിക്കൊപ്പമാണ് അദ്ദേഹം ഇന്നലെ പഹൽഗാമിലെത്തിയത്. കൊച്ചിയിൽ നാവികസേനാ ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് നർവാൾ ഹരിയാന സ്വദേശിയാണ്. ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മുകശ്മീർ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ചെറിയ പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ ജമ്മുകശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു. കടകമ്പോളങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമടക്കം പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് കശ്മീരി ജനത സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കശ്മീർ താഴ്വരയിൽ പൊതുഗതാഗതമടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ A. ജയതിലകിനെ സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 1991 ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം.
കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. വിതരണോദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഏറ്റവും പുതിയ പുരോഗതിക്കനുസൃതമായാണ് പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയ പരിസരത്ത് പാഴ്വസ്തു സംഭരണ കേന്ദ്രം സ്ഥാപിച്ചതിലൂടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നിയമസഭ നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. നിയമസഭാ ക്യാമ്പസിൽ നിർമ്മിച്ച പാഴ്വസ്തു സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് പാഴ്വസ്തു സംഭരണ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം തിരുവാതുക്കൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസം സ്വദേശി അമിത് ഒറങ്ങുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉപേക്ഷിച്ച സിസിടിവി ഹാർഡ് ഡിസ്ക് സമീപത്തെ തോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൃത്യത്തിൽ ഇയാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കോട്ടയം എസ്പി ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ ജസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലത്തെ സാന്നിധ്യം ഇയാളുടെ സാന്നിധ്യം മാത്രമേ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം കാസ സാന്താ മാർത്തയിൽ നിന്നും പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. ശനിയാഴ്ച വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങുകളിൽ ലോക നേതാക്കളടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച പുതിയ AKG സെന്റർ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിലവിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ NS വാര്യർ റോഡിലാണ് പുതിയ മന്ദിരം. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ കോൺഗ്രസുമായും UDFുമായും സഹകരിക്കുമെന്ന് അറിയിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും അതിനുശേഷമേ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് തീരുമാനമെടുക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തിരുവനന്തപുരത്ത് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ആദിവാസി ഉന്നതികളിൽ ലഹരി നിർമ്മാർജ്ജന യജ്ഞവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കാനൊരുങ്ങി വനം എക്സൈസ് വകുപ്പുകൾ. ഇതിന്റെ ഭാഗമായി ഇരു വകുപ്പുകളുടെയും സംയുക്ത യോഗം ചേർന്നു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് പലപ്പോഴും ലഹരി ഉപയോഗം കാരണമാകുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ സംയുക്ത പരിശോധനകൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. അറ്റകുറ്റപ്പണികൾക്കായി പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള മണിയാർ ബാരേജിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കും. നാളെ രാവിലെ 6 മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഷട്ടർ പൂർണ്ണമായും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പമ്പ, കക്കാട്ടാർ തീരത്തുള്ളവരും മണിയാർ, വടശ്ശേരിക്കര, റാന്നി, പെരിനാട്, കോഴഞ്ചേരി, ആറന്മുള നിവാസികളും ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 521 പോയിന്റ് ഉയർന്ന് 80,116ലും നിഫ്റ്റി 162 പോയിന്റ് നേട്ടത്തിൽ 24,329ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 9,015 രൂപയും പവന് 72,120 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. അതേസമയം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകി. ഓൺലൈൻ തട്ടിപ്പ് വഴി കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് 65 ലക്ഷം തട്ടിയ കേസിൽ പണമിടപാടുകാരൻ അറസ്റ്റിൽ. ഓൺലൈൻ ട്രേഡിംഗ് വഴി ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ വിമൽ പ്രതാപ് റായ് റാഡിയ എന്നയാളെയാണ് കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം കീഴടങ്ങില്ലെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്കായി തെരച്ചിൽ വ്യാപകമാക്കി സുരക്ഷാസേന. ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ A. ജയതിലകിനെ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.